ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്ന പ്രധാനപ്പെട്ട രണ്ട് അപ്ഡേറ്റുമായിട്ടാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് രോഹിത് ശർമ്മയുമായി ബന്ധപ്പെട്ടതാണ്. രോഹിത് ശർമ്മയാവട്ടെ T20യിൽ നിന്നും അതുപോലെ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു. എന്നാൽ രോഹിത് ശർമ്മ ഇനി കളിക്കാൻ പോകുന്നത് ഏകദിനത്തിൽ മാത്രമായിരിക്കും. അദ്ദേഹം ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കാൻ പോവുക. എന്നാൽ കിട്ടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇനി വരാനിരിക്കുന്ന ODI ഇന്ത്യൻ ടീമിന്റെ ഏകദിന പരമ്പരയിൽ രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻസിയിലേക്ക് പരിഗണിക്കില്ല. രോഹിതിനെ ഇന്ത്യൻ ODI ടീമിന്റെ ക്യാപ്റ്റനാക്കില്ല. എന്നാൽ ഗില്ലിനെ ആയിരിക്കും ടെസ്റ്റിലെ ക്യാപ്റ്റനാക്കിയതുപോലെ ഗില്ലിനെ തന്നെയായിരിക്കും ODIയിലും ഇന്ത്യൻ ടീം ക്യാപ്റ്റൻസിയിൽ പരിഗണിക്കുക എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ടൈംസ് പോലത്തെ പല മാധ്യമങ്ങളും ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് മലയാളി താരം സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ്. സഞ്ജു സാംസൺ CSKയിലേക്ക് എന്നുള്ള ന്യൂസ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ സഞ്ജു സാംസണെ സ്വന്തമാക്കാൻ മറ്റൊരു ടീമും കൂടി രംഗത്തുണ്ട്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും സഞ്ജു സാംസണെ ട്രേഡിംഗ് വഴി സ്വന്തമാക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. താരത്തെ ഒരു കൂടുമാറ്റം, അതായത് വെങ്കടേഷ് അയ്യർ സഞ്ജു എന്ന ഈ ഒരു ഡീലിനാണ് കൊൽക്കത്ത മാനേജ്മെന്റ് ശ്രമിക്കുന്നത്. ഏതായാലും നമുക്കറിയാം, കൊൽക്കത്തക്കാവട്ടെ ഒരു മികച്ച അയ്യർ പോയതിനു ശേഷം മികച്ചൊരു ക്യാപ്റ്റൻ ഇല്ല. അജിങ്ക്യ രഹാനെ ആയിരുന്നു കഴിഞ്ഞ സീസണിൽ ക്യാപ്റ്റൻസി കൈകാര്യം ചെയ്തത്. എന്നാൽ മികച്ച രീതിയിൽ ടീമിനെ കൊണ്ടെത്തിക്കാൻ രഹാനയ്ക്ക് സാധിച്ചില്ല. സഞ്ജു സാംസൺ ഇനി കൊൽക്കത്ത സ്വന്തമാക്കുകയാണെങ്കിൽ സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ടീമിലേക്ക് എത്താനും പറ്റിയ ഒരു ക്യാപ്റ്റൻസിയും അദ്ദേഹത്തിന് കിട്ടുമെന്നുള്ളതാണ്. ഏതായാലും സഞ്ജു സാംസണെ സ്വന്തമാക്കാൻ വേണ്ടി കൊൽക്കത്തയും ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ കാണപ്പെടുന്നത്. ഏതായാലും ഈ രണ്ട് അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്തൂ.